പ്രേമാട്ടൻ ആരെ കണ്ടാലും സ്നേഹം ഒരു പെണ്ണുങ്ങിട്ട് കൊടുക്കും. ഓർക്കെന്ന് അറിയുന്ന അത്രയും പേരും ഞമ്മക്കില്ല സംഗീതത്തിൽ. ഇല്ല ഇല്ല, അത്രയും ഗസൽഗായകന്മാരെയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഗുലാം അലീനെ കുറിച്ചൊക്കെയാ സംസാരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. അത് സി കെ നാണോട്ടിന് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അത് അന്ന് നമ്മളൊക്കെ ഒരു വലിയ നമ്മളെ സിനിമാടന്മാരെ പോകുന്നതിനേക്കാളും വലിയ സന്തോഷത്തോടെ നമ്മളൊക്കെ എന്നെയും ബസ്സേട്ടനെയും നീങ്ങാൻ കാലുറക്കേണം, തളരുന്നവന് താങ്ങായി തോളുറക്കേണം. പോൾഗയിലെ താമരപ്പൂക്കൾ കവിതയുടെ സൂര്യകാന്തി പൂവാണ്. ശുദ്ധം നിഷ്കളങ്കതയും ഒന്ന് മറന്നു, അറിയാതെ മറന്നു. സമയത്തിന്റെ ശബ്ദം. അതിമനോഹരമായ ഒരുപാട് പാർട്ടുകൾ ഉണ്ടാക്കിയ നമ്മുടെ കേരളീയ യുവജനോത്സവ വേദികളിൽ പ്രേമാട്ടന്റെ കുട്ടികൾ എന്നാ പറയുക. 1ാം സമ്മാനം 2ാം സമ്മാനം പ്രേമാട്ടന്റെ കുട്ടികൾ. നല്ല ഒരു മനുഷ്യസ്നേഹിയാണ്, ഹ്യൂമൻ പേഴ്സണാണ്. നമ്മുടെ പ്രിയപ്പെട്ട മധുമയുടെ സുൽത്താൻ രണ്ടും കെമിസ്ട്രി ബോഡി ലാംഗ്വേജിൽ ഭയങ്കര, രണ്ടാളും വളരെ കറക്റ്റാ. ഇപ്പോൾ പെന്നിൽ നിന്ന് തുടങ്ങുക. ഇതാണ് പ്രേമാട്ടൻ. പ്രേമാട്ടൻ ആരെ കണ്ടാലും സ്നേഹം ഒരു പെണ്ണുങ്ങിട്ട് കൊടുക്കും. ഇത് മാമുക്കോയക്കും കൊടുക്കും, ഗോകുലം ഗോപാലട്ടിനും കൊടുക്കും. വടകരയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടാൽ രാമേന്ദ്ര ഇഞ്ഞിത് പിടിച്ചോ എന്ന് പറഞ്ഞ് ഓനും കൊടുക്കും. അല്ലേ പ്രേമാട്ട? അപ്പൊ പ്രേമാട്ടെ വത്സട്ടെ ഒന്ന് എന്തെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ശ്രുതി, നല്ല പ്രേമാട്ടൻ അറിയുന്ന ഒരു പാട്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഹൃദയത്തെ തൊട്ട പാട്ട്, പേര് പറഞ്ഞാൽ തീരാത്ത അത്രയും പാട്ടുണ്ട്. അതിൽ എപ്പോഴും എല്ലാവർക്കും അറിയുന്നൊരു പാട്ട്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, നമുക്കിനിയൊരു ജന്മം കൂടി. ഇതെന്റെ ഇഷ്ടഗാനങ്ങളിൽപ്പെട്ട ഇഷ്ടഗാനം. പ്രേമാട്ടന്റെ ഒരു സംഗീതത്തിന്റെ ഒരു തുടക്കം ഉണ്ടല്ലോ പ്രേമാട്ട. ഒരു ബാല്യത്തിലെ ഒരു തുടക്കം എന്ന് പറയുമോ? ഒരു തുടക്കം ഉണ്ടാവൂലേ? അങ്ങനെയാ ശരിക്കും തുടക്കം നമുക്കായിരിക്കും അറിയില്ല. നമ്മൾ ജനിച്ചെന്നാന്ന് പോലും അറിയില്ല. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 11/11/57. അപ്പൊ അത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ഇതൊക്കെ വായിച്ചിട്ട് വത്സേട്ടന്റെ പുസ്തകത്തിൽ വായിച്ചിട്ട് നമുക്ക് ഈ ഇൻസ്പിറേഷൻ കിട്ടുന്നു. വത്സേട്ടന്റെ മധുമഴ തന്ന മധുര ജന്മം എന്നുള്ളത് നല്ല സാധനം, നല്ലൊരു പുസ്തകം. ഞാനിപ്പോ രാത്രിയിൽ ഇടയ്ക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം. ലോകോത്തരമായ പുസ്തകങ്ങൾ വേറെ ഉണ്ടെങ്കിൽ കൂടി അതൊന്നും വായിച്ചാൽ നമുക്ക് നടക്കൂല. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വലിയ വലിയ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള ആൾക്കാരെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ആദ്യം. നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ വല്ല ഉണ്ട് വലിയ വലിയ പുസ്തകന്മാരും. നേരത്തെ സി കെ നാണോട്ടിന്റെ വീട്ടിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നതല്ലേ, ഓർക്കെന്ന് അറിയുന്ന അത്രയും പേരും ഞമ്മക്കില്ല സംഗീതത്തിൽ. ഇല്ല, അത്രയും ഗസൽഗായകന്മാരെയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഗുലാം അലീനെ കുറിച്ചൊക്കെയാ സംസാരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ. അത് സി കെ നാണോട്ടിന് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇത്രയും അദ്ദേഹം ഈ സംഗീതമായിട്ട് ഇത്രയും കലാകാരൻ അറിയുന്നു എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വളരെ സ്നേഹത്തോടെ പറയാ. അതാ പറഞ്ഞ നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ നമിക്കണം. നമ്മളെ പാട്ടും വർത്താനുമാണ്. അതെ, പ്രേമാട്ടന്റെ പാട്ടും പ്രേമാട്ടന്റെ വർത്താനം ഒക്കെ കേൾക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്കല്ല, പ്രേക്ഷകർക്ക്. വളരെയൊക്കെ അപ്പുറത്തുള്ള ഒരു അതിർത്തിയിൽ കുറെ പ്രേമാട്ടന്റെ നല്ല പാട്ടുകളുണ്ട്, നല്ല മനോഹരമായ പാട്ടുകളുണ്ട്. ആ പ്രേമാട്ടൻ തന്നെ അത് പാടി പതിഞ്ഞു പോകുന്ന നല്ലതെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളൊന്നും പ്രേമാട്ടന് മുമ്പിൽ ഇരുന്നിട്ട് സംഗീതത്തെക്കുറിച്ച്, ശ്രുതിനെ കുറിച്ച്, താളം എന്നൊക്കെ ഹെയർ വേണം അതൊന്നും ചോദിക്കാൻ അത്ര വലിയ അറിവൊന്നുമില്ല. അത്ര നല്ല അറിവില്ലാത്ത ആളാണ് ഞാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞങ്ങ് പോവാം. പ്രേക്ഷകർക്കും കൂടി ഇഷ്ടമാവുന്ന ഒരു യുവജനോത്സവ വേദികളിലൊക്കെ കുട്ടികളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ല. അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തലാ. അത് പ്രേമാട്ടൻ പറഞ്ഞോ? തുടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ
ഒരു 3 വയസ്സിലത്തെ പാടുന്നു എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ഞാൻ പിന്നെ കേട്ടിട്ടുണ്ട്. നമ്മൾ പാടുന്ന നമ്മൾ അറിയുന്നല്ലോ. അതെ അതെ. അപ്പൊ അന്ന് ജൽത്തെ ഹേ ജിസ്കേ ലിയേ തേരി ആँखों के लिए धुंधलाए वो बही इत में तेरे लिए. ഇത് പാടുന്നുണ്ട് ഒരു 3 വയസ്സ്. തൊട്ടടുത്ത വീട്ടിൽ ആ ബിൽഡിങ്ങിന്റെ അപ്പുറമുള്ള തറവാട് ഡോക്ടർ രാഘവൻ എന്ന് പറഞ്ഞ ആളും ശ്രീധരി. ഡോക്ടർ രാഘവൻ എന്ന് പറഞ്ഞ ആള് എൻ്റെ വീടിന്റെ അച്ഛൻ്റെ ഒരു കടയുണ്ട് ഇതിന്റെ അടുത്ത് തന്നെ. പാടുന്ന സിഗരറ്റ് വാങ്ങാൻ വരും. അപ്പൊ ഞാൻ പാടുന്ന കേട്ടിട്ട് എനിക്ക് വന്ന് 2 റുപ്യ തന്നതായിട്ട് 2 റുപ്യ എനിക്ക് തന്നു പോലും. അന്നത്തെ 2 റുപ്യ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ എനിക്ക് 69 വയസ്സായ അത്രയും വർഷം 3 വയസ്സിലത്തെ എത്രയായി എന്നുള്ളത്. അന്ന് 2 റുപ്യ. അന്ന് അദ്ദേഹത്തിന്റെ പ്രതിഫലവും എന്തായിരുന്നു? 2 റുപ്യ ആയിരുന്നു ഡോക്ടർ. അപ്പം അന്ന് പിന്നെ ഇത് പെട്ടി അല്ല പെട്ടിയൊക്കെ ഇതിലേക്കൊക്കെ വന്നത് ഇങ്ങനത്തെ സാധനം കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ യേശുദാസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് പിന്നെ അന്നേരം ആരോ കൂട്ടിക്കൊണ്ടേ ഏതോ ഞാൻ അറിയാത്ത ഏതോ ഒരു വ്യക്തി, ഞാൻ അറിയാത്ത ഇടത്തില നമ്മുടെ സുഗതകുമാരിന്റെ കവിത പോലെ ഞാൻ അറിയാത്തൊരിടത്തിലെങ്ങാമോ നിവസിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. സമാന ഹൃദയ നിനക്കായി പാടുന്നു, നീയൻ പാട്ടിനു കാക്കുന്നു, കാണാത്തതിൽ നോവുന്നു എന്ന ഒരു സമാന ഹൃദയൻ. അന്നത്തെ എനിക്ക് അറിഞ്ഞുകൂടാത്ത സമാന ഹൃദയൻ അവിടെ കൂട്ടിക്കൊണ്ട് അന്ന് ഞാൻ അവിടുന്ന് കേട്ട പാട്ട് ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനനം? വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി കാനനച്ചോല കുണുങ്ങിയോടി. കാണില്ല കാണില്ലെന്നോതിയോതി കിളികൾ പറന്നു പറന്നു പോയി. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിനുള്ളിലേക്കു ഞാൻ കടന്നു. അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം എന്ന പാട്ട് അന്ന് പാടുമ്പോൾ അതിന്റെ അർത്ഥം എനിക്ക് അന്ന് മനസ്സിലാക്കില്ല. ഇപ്പോഴാണ് ഈ 50 വയസ്സ് കഴിയുമ്പോഴാണ് ആ പാട്ടിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. ഈ 3-ാമത്തെ വയസ്സിൽ പാടിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതങ്ങനെ തന്നെ മുന്നോട്ട് പോയി, പാട്ടുമായിട്ട് മുന്നോട്ട് പോയി. സംഗീത അധ്യാപകനാണല്ലോ. അധ്യാപകനായി ആയിരുന്നു. കുറെ ശിക്ഷകളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവൂലേ കൂട്ടത്തില് അല്ലേ? അപ്പൊ അതങ്ങനെ ഫോളോ ചെയ്ത് വന്നു. ലളിതഗാന ശാഖ തന്നെ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ഒന്നും സെലക്ട് ചെയ്തില്ല, ഭവിക്കുന്നതാണ്. നാടകം പ്രേമേട്ടന്റെ ഞാൻ വരദയുടെ നാടകങ്ങള്, അങ്ങനെ നമ്മുടെ ഈ മലബാറിലെ തന്നെ കേരളത്തിൽ തന്നെ സുപ്രധാന നാടകങ്ങള്. നാടകത്തിന് പിന്നിൽ ഒരു പ്രേംകുമാർ വടകരയുണ്ടല്ലോ. ഉണ്ട് എന്ന് പറയാം. എനിക്കറിയാത്തത് പറയാ പ്രേമേട്ടന്. നാടകത്തിന് സംഗീതം. നാടകത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത്, എല്ലാം ഓർമ്മയല്ലേ, ഞാൻ ഓർമ്മയെക്കുറിച്ച് ഞാൻ എൻ്റെ ഡയറി എഴുതി വെച്ചത് ഓർമ്മകൾ. മനുഷ്യ ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങളെക്കാൾ ബഹുമാനിപ്പിക്കപ്പെടേണ്ട സംഗതി നമ്മളെ ഓർമ്മയല്ല, നമ്മളെ ശരീരത്തിലെ ഓർമ്മകൾ. നമ്മളെ ശരീരത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. അതുപോലെ ബഹുമാനിക്കപ്പെട്ട ആളാണ് ആര്? എന്തെന്ന്? ഇവിടെ രോമം, മുടി. അതെ, മുടി. അപ്പം അതുപോലെ ഓർമ്മകൾ. ഈ ഓർമ്മകൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ കൊഴിഞ്ഞു പോകും, പുതിയ ഓർമ്മകൾ വരികയും ചെയ്യും. അറിയുന്ന ഓർമ്മകളൊന്നും അർത്ഥം മനസ്സിലാക്കി. മനസ്സിലായി.
അപ്പൊ നമ്മളെല്ലാരും പോകുമ്പോ ഒരാളെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൊക്കയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ കൊക്ക ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുക. ഞാൻ കൊക്ക മാഷോട് ചോദിക്കുന്നില്ല. ഞാൻ നിങ്ങളെ മുമ്പിൽ നിങ്ങള് കൊക്ക ചോദിക്കുന്നു, ഞാൻ ഓക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ അത് ഓർമ്മപ്പെടുത്താം. ആ നാടകത്തിന്റെ ഒരു സന്ദർഭം ഒന്ന് പറഞ്ഞാൽ മതി. സന്ദർഭം ഒന്ന് പറഞ്ഞാൽ. നാടകത്തിൽ ആദ്യമായിട്ട് പിന്നെ നാടകത്തിലായിട്ട് എന്റെ ബന്ധപ്പെട്ട ഒരു ഓർമ്മ, ചോദ്യത്തിനനുസരിച്ച് ഉത്തരം പറയാനുള്ളൂ, അല്ലാത്ത നമ്മളങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ചോദ്യങ്ങളൊന്നല്ല ഇത്, ഇതൊരു വർത്തമാനമാണ്. അപ്പം ദർശന കലാവേദി ലോകനാർകാവിൽ ദർശന ഇപ്പോഴില്ല, അവിടത്തെയാണ് 14 വയസ്സിൽ ആദ്യമായിട്ട് നാടകം ചെയ്തത്. എന്റെ ഓർമ്മ നാടകത്തിൽ മ്യൂസിക് 15 ഉറുപ്പ്യാണ് പ്രതിഫലം കിട്ടിയത്. ഇവിടുന്ന് ഹാർമോണിയൊക്കെ എടുത്ത് നടന്നു പോയത് ഓർമ്മയുണ്ട്. അന്ന് ലോകനാർകാവിലേക്ക് ഇങ്ങനെ ഹാർമോണിയല് ഇതിങ്ങനെ ഇതുപോലത്തെ ഹാർമോണിയം ഒരാൾ ഒരു സൈഡിൽ പിടിക്കുക, ഒരാൾ സൈഡ്. എന്റെ സുഹൃത്ത് അർഷഫ് മരിച്ചുപോയി. അർഷഫിന് പരിചയമുണ്ടോ? ഗിറ്റാറൊക്കെ വായിക്കുന്ന നമ്മളെ ഉണ്ടല്ലോ ഇപ്പൊ കരീംക ഇപ്പൊ ഉണ്ടല്ലോ. കരീമുണ്ട്. കരീമിന്റെ മുമ്പുള്ള അർഷഫ്. അർഷഫും അസംകുട്ടിയും ഇപ്പോഴേ ഇല്ല. അപ്പൊ അർഷഫും ഞാനും ഫതേഹദാസ് ഇങ്ങനെ ഹാർമോണിയം പിടിച്ച് നടന്നു. അപ്പം ഇങ്ങനെ നടന്നിങ്ങനെ പോകും. നടന്ന് കിട്ടി അന്നൊരു 15 ഉറുപ്പ്യ പ്രതിഫലം കിട്ടി. അതാണ് ആദ്യത്തെ നാടകം എന്റെ ഓർമ്മയിൽ. 14-ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ ആദ്യം ചെയ്ത നാടകം. അതിനുശേഷം ഒരു 1995 വരെ ഒരു മാസത്തിൽ 25ഓളം നാടകം എപ്പോ ഉണ്ടാവാറുണ്ട്. ഒരു മാസത്തിൽ 25 നാടകമല്ല 30 ഉണ്ടാവും. അത്രയും പറയരുത്. മ്യൂസിക് ചെയ്യും. വത്സേട്ടൻ അറിയുന്ന കാര്യമാണ്. വത്സേട്ടൻ പണ്ട് നാടകരംഗത്ത് ആ ചോദ്യം തന്നെ പ്രസക്തിയില്ല. ഞാൻ പറയുന്നതെല്ലാം വത്സേട്ടൻ അനുഭവമുള്ള കാര്യങ്ങളാണ്. അപ്പം പിന്നെ ഒരു മാസം 25 നാടകത്തിലൊക്കെ മ്യൂസിക് ചെയ്യാന്ന് പറഞ്ഞാൽ നാടകം ചെയ്യും, നാടകം കഴിയും. രാവിലെ നമുക്ക് നാടകം കഴിയും. 15 ഉറുപ്പ്യ കിട്ടിക്കൊണ്ടേ അല്ല, ആ 5 ഉറുപ്പ്യല്ലേ. പിന്നെ 30-ആയി 40-ആയി 70-ആയി 50-ആയി. പിന്നെ അങ്ങനെ കാലത്തിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. അപ്പം പറഞ്ഞെന്താ വെച്ചാല് പിന്നെ ഒരു നാടകത്തിനകത്ത് 6, 7, 8 പാട്ടൊക്കെ ഉണ്ടാവും. ഒരു നാടകമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അന്ന് നമ്മളൊക്കെ ഒരു വലിയ നമ്മളെ സിനിമാ നടന്മാരെ പോകുന്നതിനേക്കാളും വലിയ സന്തോഷത്തോടെ നമ്മളൊക്കെ എന്നെയും ബസ്സേട്ടനെയും നടിമാരെയും ഇവരെയൊക്കെ കാണുക ആൾക്കാർ. ആ കാലത്ത് നാടകത്തിനൊരു ഭയങ്കര ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ളൊരു സന്ദർഭം. അത് നഷ്ടപ്പെട്ടു. പിന്നെ TV ഇതൊക്കെ മാത്രമേ വളരെ നല്ലത്. നമ്മളെ സിനിമ ഇന്ന് മമ്മൂട്ടിക്കും മോഹൻലാലിനും രജനീകാന്തിനും കിട്ടുന്നതിനേക്കാളും ആരാധന അന്ന് നമുക്കൊക്കെ കിട്ടിയിരുന്നു എന്നുള്ളൊരു വളരെ ആത്മസന്തോഷം. സന്തോഷം. നാട്ടിൻപുറത്തൊക്കെ ഭയങ്കര അന്ന് നാടക കലാകാരന്മാർ വണ്ടി മോഹൻലാലിന് ഫാൽക്കെ ഇത് കിട്ടിയില്ലേ, അതിനേക്കാൾ സന്തോഷം നമ്മളൊക്കെ അന്ന് അനുഭവിച്ചു. ഒരു ബാനറൊക്കെ കെട്ടിയിട്ട് ഒരു വണ്ടിയൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ അതൊക്കെ അല്ല, എന്റെയൊക്കെ ചെറുപ്പം ഞാൻ എന്റെ നാട്ടിൽ വരുമ്പോ നമ്മളങ്ങനെ കൗതുകത്തോടെ നോക്കിയിരുന്ന സാധനം മാഷ് പറഞ്ഞു. അത് ഇപ്പൊ പിന്നെ വന്നൊരു സംസ്കാരം. അത് സ്വന്തം തന്നെ ഇങ്ങനെ പേര് വെച്ചിട്ട് പോവാന്നെല്ലാം പറഞ്ഞ പരിപാടിയില്ലേ. നമ്മളെല്ലാം മറ്റുള്ളവർ കൊണ്ട് ശരിക്കും സന്തോഷിപ്പിച്ചാണ്. അതെ, അന്ന് നാടകത്തിന് ഏറ്റവും പ്രശസ്തമായ ഏതെങ്കിലും ഒരു സാധനം ഓർമ്മ ഉണ്ടാവും. പ്രശസ്തമായ എന്നല്ല, മാഷ് ചെയ്തെല്ലാം മാഷക്ക് പ്രശസ്തമായിരിക്കും. എന്നാലൊരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വായിക്കാം. അത് പെട്ടെന്ന് പറയുമ്പോ മലമുകളിൽ കവിത പാടും കറുത്ത കിളികളെ, അക്ഷരമൊക്കെ തെറ്റിപ്പോവും. ചിറകൊടിഞ്ഞ നോവുകൾ നന്നനാനോ, ചിറകൊടിഞ്ഞ നോവുകൾ. സൂര്യസമയ സൂചികൾ സിരയിലമരും മുള്ളുകൾ, ചോര എന്റെ ചോര വാർന്ന്. സമയത്തിന്റെ ശബ്ദം. സൂര്യസമയ സൂചികൾ സിരയിലമരും മുള്ളുകൾ, ചോര എന്റെ ചോര വാർന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓർമ്മേനെ കൊണ്ട് ഞാൻ പറഞ്ഞു. ഓർമ്മ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിൽ
പഞ്ചേന്ദ്രിയങ്ങൾ ഏറ്റവും ബഹുമാനിക്കേണ്ട കണ്ണു മൂക്ക് പോലെ ബഹുമാനിക്കേണ്ടതാണ് എന്തെന്ന് നമ്മുടെ ശരീരത്തിലെ മുടി. രോമം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോ. അതിന് വേറെയും വാക്ക് ചിലർ പറയാറുണ്ട്, പോടാ അശ്ലീലം എന്ന് പറയാറുണ്ട്. പക്ഷെ അത് തമിഴിൽ നല്ല വാക്കാണ്. ഞാൻ പറയുന്നില്ല അതുകൊണ്ട് പറഞ്ഞു. അപ്പം അത്രയും ബഹുമാനിക്കേണ്ട നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ. അതുപോലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. പിന്നെ പ്രേംകുമാർ വടകര മുമ്പിൽ നമ്മുടെ ഒരുപാട് മൊബൈൽ നമ്പറുണ്ട്. ആ നമ്പറിൽ നമ്മുടെ ആരെങ്കിലും മരണപ്പെട്ടാൽ, നമ്മളുടെ വിവാഹം അല്ലെങ്കിൽ വിവാഹ ദിനം, അതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ ഈ കേരളത്തിൽ പ്രേംകുമാറുമായിട്ട് ബന്ധപ്പെട്ട പരിചയപ്പെട്ട ആൾക്കാരെ മുഴുവനും രാവിലെ എഴുന്നേറ്റിട്ട് പ്രേമേട്ടൻ വിളിക്കും. അത് ആരെയൊക്കെ ശ്രീകുമാരൻ തമ്പി സാറിന്, ജയകുമാർ സാറിന്, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെയുള്ള ഏതെങ്കിലും സാധാരണക്കാരൻ എല്ലാവരും വിളിച്ചിട്ട് പറയും, ഇന്നാണ് ഇന്നേ വീട്ടിൽ കൂടൽ നടന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം നടന്നത്. എന്നിട്ട് പ്രേംകുമാർ എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരാൾ എന്നെ ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു. എന്റെ വിവാഹ ദിനം നിങ്ങൾ ഓർമ്മിപ്പിക്കണം. വിവാഹമില്ല, അച്ഛൻ മരിച്ച. അങ്ങനെയൊക്കെ എന്റെ അച്ഛൻ മരിച്ച. പിന്നെന്ന് പറഞ്ഞാല് മൂപ്പര് കാണുന്ന സ്വപ്നങ്ങള് ഇന്ന് കണ്ട സ്വപ്നം, രാത്രി കണ്ട സ്വപ്നം പിറ്റേന്ന് മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ നിഘണ്ടു എഴുതുന്ന പോലെ മൂപ്പര് എല്ലാം എഴുതി വെച്ചിട്ട് ആ ബൗണ്ട് ഞാനിപ്പോ കണ്ടു. പിന്നെ ചില കാര്യങ്ങളൊക്കെ മരിച്ചുപോയുള്ള അവരെ നമ്മളിപ്പോ മനോരമയിലൊക്കെ കാണുന്ന ചരമക്കുറിപ്പൊക്കെ ഒട്ടിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു വെറൈറ്റി. ഇതൊന്നല്ല ഈ സംഗീതവും ഈ രാഗങ്ങളും ഇതൊന്നുമല്ല. അതാണ് മാഷെ, ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടു. എന്ത് വഴക്ക് കേട്ടാലും ചീത്ത കേട്ടാലും വിളിക്കും. എൻ്റെ ചില സംഗതികൾ എനിക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല, പക്ഷെ കുറേ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓ ഇന്ന് അതാണോ. ഞാൻ എന്നിട്ട് മനസ്സുകൊണ്ട് വിചാരിക്കും, ഇപ്പം ഇതെല്ലാം ഓർമ്മിച്ച് വെക്കുന്നല്ലോ. പ്രേമൻ്റെ അങ്ങനെയുള്ള രസകരമായ ചില കോമഡികൾ രസകരമായ കോമഡി. നമ്മളെ ഇൻട്രോ തന്നെ ഇതായിരുന്നല്ലോ, ഇൻട്രോ അതിലെ നമ്മളെത്തും. അത് ഞാൻ എത്തിക്കും. എന്തെങ്കിലും സങ്കടം കേട്ടാൽ കണ്ണു നിറയുന്ന പ്രേമാട്ടന എനിക്കറിയാം. എം കുഞ്ഞുമൂസ സാഹിബ് മരിച്ചിട്ട് ആ വീട്ടിൽ ഞാനുണ്ടായിരുന്നു. എൻ്റെ ഒരു ആപ്പയാണ്. ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് അവിടെ. ഞാൻ പ്രേമാട്ടം ദൂരെ നിന്നിട്ട് പ്രേമാട്ടം കണ്ണിന്ന് വല്ലാണ്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനാണ് ഞാൻ ഇങ്ങനെ പ്രേമം കരയുന്ന അതൊന്നല്ല, എനിക്ക് ഫീൽ ചെയ്താ. പക്ഷെ ഞാൻ ഒരിക്കലത് താജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നിശബ്ദമായിട്ട് ടൗൺ ഹാളിൽ ഒന്ന് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അത് മൂസക്ക മരിക്കുന്ന ദിവസം ഞാൻ രാത്രി 3 മണിക്ക് CM ഹോസ്പിറ്റലിൽ, രാത്രി 3 മണിക്ക് CM ഹോസ്പിറ്റലിൽ ഞാനും എടപ്പാട് വിശ്വനുണ്ട്, ഗായകൻ എടപ്പാട് വിശ്വനും എൻ്റെ കൂടെ യാദൃശ്യമായിട്ട് അന്ന് വന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അപ്പൊ എല്ലാവരും നിങ്ങളെന്തല്ലോ ഇതല്ലോ ഉണ്ടാവൂലേ, ഖുറാനൊക്കെ ഓതുന്നുണ്ടാകും, നമുക്ക് അറിയുന്നില്ലല്ലോ അത്. അപ്പൊ ഞാനിങ്ങനെ 2:30-3 മണിയായിട്ടായിരിക്കും ഇങ്ങനെ മൂപ്പര് കിടക്കുന്നു. അന്നേരം താജുവിനോട് പറഞ്ഞാൽ മൂപ്പരിപ്പം പാടുക എന്നോട് പറഞ്ഞു, വീട്ടിൽ വരുന്നവർക്കെല്ലാം നല്ല ഭക്ഷണം കൊടുക്കണേ എന്നൊക്കെ താജുവിനോട് പറഞ്ഞു. അല്ല ഈ താജുവിന് പിന്നെ മറന്നു. ഈ താജുവാണ് എന്നെ ഒരു ബസ്സിൻ്റെ അടിയിൽ നിന്ന് ഒരു ദിവസം വലിച്ചടിച്ചത്, താജു നാസർ കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരാളെ വിഷയം പറഞ്ഞ പിന്നെ അങ്ങ് മറന്നുപോയത്. ഈ താജുദ്ദീൻ വടകരയായിരുന്നു. വടകര ബസ് സ്റ്റാൻഡിൽ 1995 ഡിസംബർ 9-ന് 9:10 ഒരു കോഴിക്കോടൻ ബസ്സിൻ്റെ അടിയിൽ ഞാനായിപ്പോയി. എൻ്റെ അടിയിൽ നിന്ന് എന്നെ ടയറിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെത്തൊന്ന് താജുദ്ദീൻ വടകരയായിരുന്നു. അന്ന് താജു ആ സമയത്ത് അവിടെ ഷോപ്പില് ഉണ്ടായിരുന്നു. പിന്നെ താജു ഒരു നാസർ ഇവിടെ കോഴി കച്ചവടക്കാരൻ നാസറും ഉണ്ടായിരുന്നു. അതാണ് ഇങ്ങനെയാണ് ഈ നാട്ടുമ്പുറത്തിൻ്റെ കുറേ സാധനങ്ങൾ. ഇങ്ങനെ ഒരു അക്കാദമിക്കിൽ ഞാനൊരു വലിയ ഇത്ര നാടകങ്ങൾക്ക് മ്യൂസിക് ചെയ്തു, ഇത്ര സംഭവമാണ്. ഞാൻ വി വത്സൻ്റെ അടുത്ത കൂട്ടുകാരനൊന്നും അല്ലാത്തൊരു പ്രേമാട്ടൻ ഉണ്ടല്ലോ. അപ്പൊ പ്രേമാട്ടൻ്റെ ഒരു ചിത്രം രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കൊന്ന് ഒരു നല്ല പാട്ട് മാഷൊക്കെ പ്രേമാട്ടനെ ഇഷ്ടമുള്ള ഒരു ഏതെങ്കിലും സ്നേഹഗാഥ പാടാ നാവുറക്കേണം കനിവു ചുരത്താ നെഞ്ചു തുടിക്കേണം നേരിനൊപ്പം നീങ്ങാൻ കാലുറക്കേണം തളരുന്നവൻ
തന്നെ താങ്ങായി തോളുറക്കേണം. എരിവയിൽ പാതയിൽ തണൽ മരമാകണം. ഊരിരുൾ പാതയിൽ വഴിവിളക്കാകണം. നീറും വ്രണങ്ങളിൽ തൈലമായി പടരണം. കനിയായി ഉണരുവാൻ മണ്ണിൽ വേർപ്പായി കിനിയണം. തൂലികത്തുമ്പിനെ ചായമായി തൂവണം. തിന്മയകറ്റുവാൻ പന്തമായി എരിയണം. പണിയും കരങ്ങളെ കൂപ്പുവാൻ പഠിക്കണം. പണയപ്പെടുത്തുകില്ലെന്നാർത്തു പറയണം. എന്റെ സുഹൃത്ത് പൂക്കാട് കലാത്തിലെ കാശി എഴുതിയ പാട്ടാണ്. സംഗീത നൃത്ത കടവും പോലെ ഹൃദയം തട്ടിയ പാട്ടാണത്. പാട്ട് വരേണ്ട കുറെ പാട്ടുകളുണ്ട്, ഹൃദയത്തെ തട്ടിയ പാട്ടുകൾ കുറെ ഉണ്ട്. പക്ഷെ എല്ലാം പാടാനുള്ള സമയം നമുക്ക് ജീവിതം പോലെ ഇല്ല. പാരമ്പര്യത്തില് നമ്മളെ വോൾഗയിലെ താമരപ്പൂക്കൾ കവിതയുടെ സൂര്യകാന്തി പൂവാണ്. നമ്മുടെ VT മുരളിയുടെ അച്ഛൻ VT കുമാരൻ മാഷ് വോൾഗയിലെ താമരപ്പൂക്കള്. അങ്ങനെ മലയാളത്തിൽ തന്നെ ഇങ്ങനെ എണ്ണിയാൽ ഒന്നാമത് നിൽക്കാവുന്ന കവികളിൽ ശ്രേഷ്ഠനാണ്. പിന്നെ നമ്മുടെ ഒത്തുവള്ളിയൊക്കെ പാടി സമ്പന്നമാക്കിയ VT മുരളി അടുത്ത കുടുംബക്കാരാണ് നിങ്ങൾ. അങ്ങനെ പാരമ്പര്യത്തെ കുറിച്ച് ചോദിക്കുന്ന പ്രേമോട്ടനോട് എങ്ങനെ ചോദിക്കണം എന്നറിയില്ല. അടുത്ത കുടുംബമാണല്ലോ അല്ലെ? എന്റെ അമ്മയുടെ ആങ്ങളയുടെ മകനാന്ന്. എന്റെ അമ്മയുടെ ആങ്ങള എന്ന് പറഞ്ഞാല് VT കുമാരൻ മാഷ്. കുമാരൻ മകനാന്ന് VT മുരളി. അതാണ് വീട് തൊട്ടടുത്ത്. അതാണ് എന്റെ അച്ഛന്റെ വീട് തൊട്ടടുത്ത്. ടീച്ചറെ ഇടുന്ന ഞാൻ കുറെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. നാദാവൂർ ശാന്ത ടീച്ചർ. പിന്നെ ഞാൻ അവിടെ പോയിട്ട് കുറെ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ കുമാരൻ മാഷ നേരത്തെ ബന്ധം. അത് കുമാരൻ മാഷ് VT കുമാരൻ മാഷ് നമ്മളെ അഹങ്കരിക്കുന്നതെന്ന് പറഞ്ഞൊരു അർത്ഥതാ. എന്റെ മാമൻ അഹങ്കരിച്ചു എന്നല്ലേ പറഞ്ഞ അർത്ഥം. അതെ, 7ഓളം ഭാഷയിൽ സാഹിത്യങ്ങൾ അറിയുന്ന ആള്. ഹിന്ദി, തമിഴ്, ബംഗാളി, പിന്നെ ഇംഗ്ലീഷ്, ഇതിലൊക്കെ ഇതൊക്കെ സാഹിത്യങ്ങൾ എഴുതിയ ഒരാള് ഒറ്റ നിമിഷം കൊണ്ട് സ്വന്തം പേര് പോലും മറന്നുപോയി. P. ഭാസ്കരൻ സാറിനെയൊക്കെ പോലെ. അൽഷിമേഴ്സിന്റെ നമ്മളിടുന്ന പേരാണ്. നമ്മളിട്ട പേരാണ്. നമ്മളിടുന്ന പേരാണ്. ഓർമ്മ നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെ മൊയ്തുവിന്റെ, വത്സേട്ടൻ്റെ, രതീഷിന്റെ, ഭരതന്റെ എല്ലാം പോകും. ഒരു ദിവസം പ്രേമവാടകരന്റെ ഒരു ദിവസം പോയി വരും. അങ്ങനെ നമ്മൾ ജീവിക്കണം. അങ്ങനെ പോകില്ല എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ പറയുന്ന മരണജാടയും ഭയങ്കര അഹങ്കാരവും. പ്രേമാട്ടൻ അതിന്റെ ഒരാളാണ്. അതായത് പ്രേമാട്ടൻ നാളെ അങ്ങ് തീരും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് പ്രേമാട്ടൻ ഈ നാട്ടുമ്പുറത്ത് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഉണ്ടാവും അറിയില്ല. അതാണ് മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് വയസ്സും ആരോഗ്യം ഞാൻ പ്രാർത്ഥിക്കുന്നത്. മര്യാദക്ക് വിടെത്തിയാൽ ഇത് പുറത്തിറങ്ങുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്നവരെ പിന്നെ ഇതുപോലും നമ്മള് എന്ത് ചെയ്യണം, ഒരിക്കൽ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ ഇത് ജയിച്ചത് നാളെ വരണമെങ്കിൽ വന്ന തന്നെ കുറെ ആൾക്കാർ അറിയൂലേ? ഇപ്പൊ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയൂ നിങ്ങളെ ഈ ചാനലിൽ വരുമ്പോൾ. അതിൽ വരുമ്പോ നിങ്ങൾ വീട്ടിലെത്തണ്ടേ? അതിന് ഞാൻ ആര് പ്രാർത്ഥിക്കണം ഇവിടുന്ന്? ഞാൻ പ്രാർത്ഥിക്കണ്ടേ ഇവിടുന്ന്? എന്നാലേ അത് പുറത്ത് വരുള്ളൂ. വത്സം മാഷും പ്രേമായിട്ടൊന്നും ഇല്ലാത്തൊരു സാംസ്കാരിക സദസ്സൊന്നും വടകര പൊതുവെ ഉണ്ടാവാറില്ല. സാംസ്കാരിക എല്ലാവരും മനസ്സിലായി, സംസ്കാരം എല്ലാം മനസ്സിലുണ്ട്. പക്ഷെ വിളിച്ചാ വരണ്ടേ? ഞാനില്ല, എനിക്ക് ഇല്ല എന്നു പറയുമ്പോ എന്ത് ചെയ്യാൻ? ഇപ്പം നമ്മളിപ്പോ ഒരാൾ വിളിച്ചാൽ പച്ചട്ടൻ വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇപ്പം എന്ത് ചെയ്യാനാ? വരണ്ടേ ഇങ്ങോട്ട്. വത്സേട്ടനോ പ്രേമാട്ടനോ ഭയങ്കര കമ്പനിയാണല്ലേ? വത്സേട്ടനോ പ്രേമാട്ടനോ എല്ലാരും അല്ല, അങ്ങനെയല്ല. ഒരു കെമിസ്ട്രി രൂപപ്പെട്ട എനിക്ക് മനസ്സിലായി. അപ്പൊ വത്സേട്ടന ചാനലിന് വേണ്ടി കുറച്ച് മുമ്പേ കണ്ടതാണ്. പ്രേംകുമാർ ഞാനായിട്ട് പ്രായത്തിന്റെ ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രേംകുമാർ എന്നെക്കാളും വളരെ ചെറിയ പ്രായം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇടപെടയില്ല. ഇടപെടാ ഞാൻ പ്രേമെന്നല്ല വിളിക്കും. ഇപ്പം കുറെ ആയിട്ട് ഫോൺ എടുക്കുമ്പം തന്നെ പ്രേംകുമാർ മാഷയെന്നല്ല വിളിക്കല്ലോ. ചില സമയം അത് വിട്ടു, റേഞ്ച് വിട്ടാ അങ്ങനെയെല്ലാം പറയൂ. അതായത് പക്ഷെ പ്രേമേ ഭയങ്കര ഇതാണ്. ഈ പറഞ്ഞ പോലെ ഈ ഫിലോസഫി എപ്പോഴും പറയും. ഇപ്പൊ നമ്മള് ചിലപ്പോ MN വിജയ മാഷ് പോലും ഇങ്ങനെ ഒന്നും പറയില്ല. അതാ ഞാൻ സൂക്ഷിച്ചിട്ട് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ക്ലാസിക്കൽ, ശ്രുതി, രാഗം, കാപ്പി രാഗം, ഹിന്ദുസ്ഥാനി. ഞാൻ പ്രേമമായിട്ടൊന്ന് ചോദിച്ചു, കാരണം എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാൻ കഴിയില്ല.
ഈ അവസ്ഥയിൽ പരുവത്തിൽ വിഷയം മൂപ്പർ ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോ ഒരു സാധനം പറയുന്നു, ഈ ഹിന്ദുസ്ഥാനി പിന്നെ എനിക്ക് പിന്നെ എന്താ പ്രേമട്ട നമ്മളെ ഈ ലളിതഗാന ശാഖ ഇങ്ങനെ ലളിതഗാന ശാഖയെ കുറിച്ച് നിനക്കെന്തായാലും ചോദിച്ചാൽ ഞാൻ കുടുങ്ങിയില്ലേ മാഷേ, അപ്പൊ ഞാൻ വെറുതെ എന്തിനാ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ കൈയിടുന്നത്? ഞാൻ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ വെറുതെ പോയിട്ട് കൈയിട്ടിട്ട് കരിഞ്ഞു കൊണ്ട് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ വർത്താനം പറയാൻ വന്നാന്ന് പ്രേമട്ട. എനിക്ക് കുറച്ച് പാട്ടൊക്കെ ഇഷ്ടമാണ്. പാട്ടിന്റെ കാര്യങ്ങൾ ചോദിച്ചാലും വേറെ വിഷയത്തിൽ അതാന്ന് പറഞ്ഞ ഞാൻ പറയുന്ന സാധനം ഇല്ല. ഞാൻ നേരത്തെ വിചാരിച്ചത് പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂ വിഷയത്തിലേക്ക് കൊണ്ടുവന്നാല് പാട്ടിൽ അല്ല, ഞാനതിങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോഴത്തേക്ക് പോയത് എവിടത്തേക്കാണ്? അങ്ങനെ പോയി യമൻ കല്യാണിലേക്ക്. പിന്നെ ഞാനും എനിക്കും പ്രേമനും ഒരുമിച്ചാണ് ഈ സംഗീത അക്കാദമി അവാർഡ് കിട്ടും. ഈ കഴിഞ്ഞ വർഷം സംസ്ഥാന ഗവൺമെന്റ് 2020 ഈ ഒരുപടി കോഴിക്കോട് വടക്കൻ മലബാറിലെല്ലാം ഒരുപടി സ്വീകരണം ഉണ്ട്. ഞാനും പ്രേമനും ഒരുമിച്ചാകും. രണ്ടാളെയും ക്ഷണിക്കും. പക്ഷെ പ്രേമൻ എന്താന്ന് പറഞ്ഞാൽ ഈ ക്ഷണിക്കപ്പെടുന്ന ആളോട് പറയാന്ന് പറഞ്ഞാല് വണ്ടി വേണ്ട കേട്ടാ, ഞാളങ്ങ് വന്നോളൂ എന്ന് പറയും പ്രേമൻ. എന്നെ വിളിച്ച ഞാൻ പറയാ വണ്ടിയില്ലാണ്ട് ഞാൻ വരില്ല. പ്രേമൻ എന്താന്ന് പറഞ്ഞാൽ അവരോടുള്ള സോഫ്റ്റ് കോർണറാണ്. എനക്കാണെങ്കിൽ അവിടെ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് വണ്ടിയൊന്നും കിട്ടൂല. പ്രേമനാണെങ്കിൽ അവരോടുള്ള മനുഷ്യ ത്യാഗം സഹിക്കൂ. പ്രേമൻ ഇങ്ങനെയുള്ള ത്യാഗം സഹിക്കും. പക്ഷെ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടും വരും. 10-80 സ്റ്റേജുകളിൽ ഞാൻ ആ വർഷം പോയി. അതിൽ വേറെ ഫലിതമുണ്ട്. ശുദ്ധം ദുഷന്റെ ഫലം ചെയ്യുന്നല്ല, പ്രേമന്റെ നിഷ്കളങ്കതയും ഒരു ഞാൻ പല ഉദാഹരണത്തിൽ ഒരു കോമഡി വരെ. ഞങ്ങൾ രണ്ടാളും ക്ഷണിച്ച ഒരു സദസ്സ്, വമ്പൻ സദസ്സ്. ആ സദസ്സിൽ രാഷ്ട്രീയ സദസ്സാണ്, അങ്ങനെയല്ല ഒരു പാർട്ടി. അപ്പൊ അതില് നമ്മളെ അശോകേട്ടനുണ്ട്, കഥാപ്രസംഗത്തിന്റെ അന്നല്ലേ. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ അടുത്ത ബന്ധു, ഞങ്ങൾ അടുത്ത ബന്ധുക്കളാണ്, ഞാനും അശോകേട്ടൻ്റെ ബന്ധു. പിന്നെ ഈ പരിപാടിയിൽ അശോകേട്ടൻ്റെ സുഖമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് മകനുണ്ട്. മകൻ തന്നെ എന്നാൽ ബഹുമാനത്തോടെ കാണും. പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് മൂപ്പർ എങ്ങനെയല്ലോ അവിടെ സദസ്സിലെത്തിച്ചപ്പോൾ ഞങ്ങൾ സ്റ്റേജിലിരിക്കുന്നു. സി കുമാരട്ടനും അങ്ങനെയുള്ള കുറേ ആൾ. അപ്പം പ്രേംകുമാർ എന്നോട് പറഞ്ഞു, മൂപ്പറ നിഷ്കളങ്കത പറയുന്നത് ഇഷ്ടം ചെയ്യാറില്ല പറഞ്ഞു. പ്രേംകുമാർ സ്റ്റേജിൽ ഇരുന്നിട്ട് ഈ കവറ് തന്നിട്ടുണ്ടാവും. ചിലയിടത്ത് കവർ ഉണ്ടാവും, ചിലയിടത്ത് ഒന്നും ഉണ്ടാകത്തുള്ളൂ. പ്രേമൻ ചോദ്യം ചെയ്യും. പ്രേമന് അങ്ങോട്ട് കൊടുക്കുമല്ലോ, പക്ഷെ ചോദ്യം ചെയ്യും. എന്താ കിട്ടത്തരാത്തും ചോദിക്കും, അതുകൊണ്ട്. അപ്പൊ അന്ന് ഒരു 2500 രൂപ കവറിൽ ഉണ്ട് എന്നുള്ള രഹസ്യം കിട്ടി. എനിക്ക് പക്ഷെ പ്രേമൻ അറിയില്ല. അപ്പം അശോകേട്ടൻ വന്നിരുന്നു സദസ്സെല്ലാം. പ്രസംഗം തുടങ്ങി, കവറ് എല്ലാം. അപ്പോൾ പ്രസംഗമുണ്ട്. പിന്നെ പ്രേംകുമാർ എന്നോട് പറഞ്ഞു, വത്സേട്ടാ ഞാൻ കവറ് അശോകേട്ടന് കൊടുക്കുന്നതാണ്. അശോകേട്ടന് കൊടുക്കുന്നതാണ്. എടാ അശോകേട്ടൻ എന്തിനാ കവറ് കൊടുക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ ഇതാണ്, മൂപ്പറും അങ്ങനെ കവറ് അങ്ങനെ വാങ്ങുന്നില്ല. ഒരു ടൗൺ ഹാളിൻ്റെ മുന്നിലുള്ള എല്ലാ ഷോപ്പും ഓർഡാ, പിന്നെ കടയും. ഈ കവർ കൊടുത്താൽ ഓർക്കും എന്നാലും പറഞ്ഞു. പ്രേംകുമാർ അതെയാ, അല്ല എനിക്ക് ഞാൻ പണ്ട് പാട്ട് പാടിയ സമയത്ത് 10 റുപ്യ അന്നന് ഏതോ ഒരു പരിപാടിക്ക് അതിന്റെ നന്ദി ഇപ്പം തീർക്കണം ഈ പൈസ കൊടുത്തിട്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നീ കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞു നിന്റെ ഗിറ്റാർ കൊടുത്ത് വന്നിട്ട് ഞങ്ങളൊരു സുഹൃത്തുണ്ട് വിഷയം, നീ അത് ഓന് കൊടുത്തേക്കണം. വിശ്വട്ടെ ഓൻ നിന്റെ ഗിറ്റാർ കൊടുത്തിട്ട് ഇതുവരെ വന്നില്ലേ, ഓന് കൊടുത്തേക്കറോന്ന് പറഞ്ഞു. പ്രേംകുമാർ പ്രസംഗിക്കാൻ എഴുന്നേറ്റാരോ പറഞ്ഞ ഒരു ഡയലോഗ് എന്താണെന്നറിയാം? ഞാനീ തുക കവർ ഞാൻ പണ്ട് പാടിയിട്ട് ആ നന്ദി തീർക്കാൻ വേണ്ടി അശോകേട്ടന് കൊടുക്കാൻ തീരുമാനിച്ചു. വത്സേട്ടൻ പറഞ്ഞു ഓറ് വലിയ കോടീശ്വരനായിരുന്നു, അതുകൊണ്ടാണ് ഞാനത്. അശോകേട്ടന് പ്രശ്നമില്ലെങ്കിൽ അശോകേട്ടന് മോനുണ്ടാണ്. പ്രശ്നമായിട്ടുണ്ടാവും. പ്രശ്നമൊന്നുമായില്ല. ഞാൻ ഈ
നിഷ്കളങ്കതയുടെ രൂപം പറയാണ്. എവിടുന്ന് പൈസ കിട്ടിയാലും നിഷ്കളങ്ക ഒരു ലോക സത്യം മനസ്സിലാക്കുന്നൊരു മൂടാത്. ഇപ്പം പറഞ്ഞില്ലേ ഇത് ലക്ഷം കോടികൾ നേടിയവർക്കും പക്ഷേ മനസുഖമുണ്ടെന്നോ എന്നൊരു പാട്ടുണ്ട്. പണ്ട് ചെയ്ത പാട്ടാ എന്ന് പറഞ്ഞ പോലെ. പണ്ട് അശോകൻ മാഷ കഥാപ്രസംഗത്തിന്റെ പിന്നെ ഇന്റർവെല്ലിനിടയിൽ പാട്ടുപാടാൻ എന്നെ വിളിച്ചു കൊണ്ടുപോകും. മാഷ് കൊണ്ടുപോകും. 3 പാട്ട് പാടിയാ മതി. 10 റുപ്യ തരിക. ഏത് 50 കൊല്ലം മുമ്പ്, ഇപ്പൊ 55 കൊല്ലം മുമ്പുള്ള കാര്യം. അപ്പൊ അന്ന് പാടുന്ന പാട്ട് പൊന്നിൽ കുളിച്ച രാത്രി ഉലകം വിരിഞ്ഞ രാത്രി ഈറന്നിലാവും തേൻ മലർ മണവും ഇക്കിളി കൂട്ടുന്ന രാത്രി. ഇതുപോലത്തെ 2 പാട്ട് പാടും. 10 റുപ്യ തരും. നമ്മളിങ്ങനെ പോരും. അന്ന് 10 റുപ്യന്റെ വിലയൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ. അന്ന് വിശ്വട്ടനുണ്ടോ? മരിച്ചുപോയ വിശ്വട്ടല്ലേ? എന്റെ ബന്ധുവാണ്. മരണം വല്ലാതെ വേദനിപ്പിച്ച ഒരു മരണമാണ്. നമ്മളെ സുഹൃത്തായിരുന്നു. പാടിക്കൊണ്ടിരിക്കുമ്പോ പാടി മരിച്ച ഒരു കലാകാരൻ. ഇന്ദുലേഖകൻ പൊൻകളിത്തോണിയിൽ ഇന്നലെ ഞാൻ നിന്നെ കൊണ്ടുപോയി. ഇന്നലെ ഞാൻ നിന്നെ കൊണ്ടുപോയി. നിദ്രാസമുദ്രത്തിൻ തീരത്തു നമ്മുടെ നിശ്ചയതാമ്പൂലം നടന്നു. ഇന്ദുലേഖകൻ പൊൻകളിത്തോണിയിൽ ഇന്നലെ ഞാൻ നിന്നെ കൊണ്ടുപോയി. ഇന്നലെ ഞാൻ നിന്നെ കൊണ്ടുപോയി. പ്രകൃതി കുറെ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ കൊണ്ടുപോയി. അപ്പൊ ഇതിന്റെ എല്ലാം അർത്ഥതലങ്ങൾ വെറുതെ ഇപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഞാൻ ഇതുവരെ പാടിയിട്ട് മനസ്സിലാക്കില്ല. വത്സരൻ ഇപ്പൊ അർത്ഥം മനസ്സിലാക്കണ്ട ഒന്നും കൂടി. ഈ പാട്ട് പാടിയിട്ട് വിശ്വട്ടൻ അങ്ങനെ പോവാണ്, കൊഴിഞ്ഞു വീണ് പോയി ഓഡിയൻസിന്റെ മുന്നിൽ. അപ്പൊ അതൊക്കെ ഈ പാട്ടൊക്കെ അർത്ഥതലങ്ങൾ ഇത് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. മൊയ്തു MN വിജയ മാഷ് പ്രസ് ക്ലബിൽ നിന്ന് വർത്തമാനം പറഞ്ഞു. അബ്ദുൽ കലാം പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കണം, പുതിയ മതേതര കേരളം വേണം എന്നൊക്കെ പറഞ്ഞ്, നമുക്ക് മനുഷ്യനാവണം എന്നൊക്കെ പറഞ്ഞ് വാഗ്ബടാനന്ദ ഗുരുദേവ സ്വാമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് അബ്ദുൽ കലാം. അതുപോലെ അങ്ങ് പോയതാണ്. ഈ പാട്ടാ ഈ പാട്ട് എല്ലാവർക്കും എല്ലാം തികഞ്ഞാൽ പാടിയാല് മതി. വേറെ സിംഗറെ നോക്കി വരിയില്ല അപ്പുറം. പൂവിതൾ കൊണ്ടേറിഞ്ഞാൽ നോവുമോ നിൻ ഹൃദയം, മധുമഴയായി പെയ്തമർന്നാൽ നീങ്ങുമോ നിൻ വ്യഥകൾ. പെട്ടെന്ന് പേര് മറന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഓർമ്മ വരുന്നില്ല. ഇന്നത്തെ കാലത്ത് ചുറ്റും നിരീക്ഷിച്ച് നോക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എത്രയും ചുറ്റുപാടുകൾ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് മരിക്കുന്നതാണ് ഭാഗ്യം, മഹാഭാഗ്യമെന്നാണ് എൻ്റെ തോന്നുന്നത്. അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ ആത്മാവിൻ വേദന താനറിഞ്ഞു, അതിനുള്ള വേദന താനറിഞ്ഞു. Chapter 4. A chapter with endless stories.